വെനസ്വേലയിൽ ആക്രമണം നടത്തി ബന്ദിയാക്കിയ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലെ ഡിറ്റൻഷൻ സെന്ററിൽ എത്തിച്ചു. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. മഡൂറോയെ ബന്ദിയാക്കിയ ഓപ്പറേഷൻ റിസോൾവിന്റെ കൂടുതൽ ദൃശ്യങ്ങളും വിവരങ്ങളും US സൈന്യം പുറത്തുവിട്ടു. വിശദാംശങ്ങളുമായി അഖില രവീന്ദ്രൻ ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അഖില, നമ്മൾ ഈ കണ്ടു തലയുയർത്തിക്കൊണ്ട് ഈ ഗുഡ് നൈറ്റും അതോടൊപ്പം ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ മഡൂറ പോകുന്നത്. അത്രമാത്രം ആത്മവിശ്വാസത്തോടെ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. പക്ഷേ അമേരിക്ക ആകട്ടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ വാദങ്ങൾ, മയക്കുമരുന്ന് ശൃംഖലയും അധോലോകവുമായുള്ള ബന്ധമൊക്കെ കൂടുതൽ ചർച്ചയാകാൻ വേണ്ടി ആ ചോദ്യം ചെയ്യലുകൾ നടപടികളും തുടങ്ങിയിരിക്കുന്നു. വിശദാംശങ്ങൾ. എന്തായാലും ലോകത്താകെ തന്നെ വലിയ പ്രതിഷേധം നിക്കോളാസ് മഡൂറോയെ അറസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായി, തടങ്കലിൽ ആക്കിയതിന്റെ ഭാഗമായി വലിയ പ്രതിഷേധം ലോകത്തെല്ലായിടത്തും ഉണ്ട്. ആ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് അമേരിക്കൻ ഏജൻസികൾ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും തടങ്കലിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അഖില രവീന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. അഖില, ഇപ്പോൾ ഏത് രീതിയിലാണ് ആ നടപടികൾ? രുചിഷ്, ചോദ്യം ചെയ്യൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വെനസ്വേലൻ ഇദ്ദേഹത്തെയും ഈ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെയും പങ്കാളിയെയുമാണ് ഡിറ്റൻഷൻ സെന്ററിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അവിടെ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി വിവിധ ലോക നേതാക്കൾ എത്തിയിട്ടുണ്ട്. റഷ്യ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. മഡൂറോയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി ഡെൽസി റോഡ്രിഗസിനെ സുപ്രീം കോടതി നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഡെൽസിയുടെയും പ്രതികരണം വന്നിട്ടുണ്ട്. വെനസ്വേലയുടെ എക്കാലത്തെയും പ്രസിഡന്റായി മഡൂറോ മാത്രമായിരിക്കും എന്ന നിലപാട് ആവർത്തിക്കുകയാണ് അവർ. അമേരിക്കയോട് മഡൂറോയെ മോചിപ്പിക്കാനാണ് റഷ്യ ആവശ്യപ്പെടുന്നത്. വെനസ്വേല സ്വതന്ത്രമായി നിലകൊള്ളണമെന്ന് ലിയോ 14 മാർപ്പാപ്പ പറയുകയാണ്. പക്ഷേ ഇസ്രയേൽ ഈ കിരാത നടപടിയെ, അമേരിക്കയുടെ നടപടിയെ പിന്തുണയ്ക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ 40 പേരിലധികം കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും കൂടി വരികയാണ്. ഡിറ്റൻഷൻ സെന്ററിലേക്ക് എത്തിക്കുന്നതിനിടെ അവശനായി തന്നെയാണ് മഡൂറോയെ കാണാൻ കഴിഞ്ഞതെങ്കിലും മഡൂറോ പുതുവത്സര ആശംസകൾ നേർന്നു. ആ ഘട്ടത്തിൽ മഡൂറോയെ പിന്തുണച്ച് ലോകത്തിലെ എല്ലാ ആളുകളും, അതായത് നന്മയെ പിന്തുണയ്ക്കുന്ന എല്ലാ നേതാക്കളും എത്തുന്നു എന്ന കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ നേരത്തെ മുൻപ് ഇറാഖിൽ സദാം ഹുസൈന്റെ വിചാരണ നടക്കുന്ന വേളയിൽ ചിരിച്ചുകൊണ്ട് വിചാരണ നേരിട്ട സദാം ഹുസൈനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ആ വിലങ്ങ് കയ്യിൽ ഉള്ള സമയത്തും മഡൂറോ നടന്നു പോകുന്നത്. എന്തായാലും മഡൂറോയെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ വിഷയത്തിൽ വിവിധ തലങ്ങളിൽ നിന്ന് ഇതിനെ എതിർത്തുകൊണ്ടുള്ള രംഗത്ത് വരുന്നു. അതേസമയം അല്പസമയം മുമ്പ് ഇസ്രായേലിന്റെ പ്രതികരണം അമേരിക്കയ്ക്ക് അനുകൂലമായി വരികയും ചെയ്യുന്നു. അഖിലയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലെ